ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഡെർംഡോക്കിൻ്റെ 2% കോജിക് ആസിഡിനെ കുറിച്ചുള്ള ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഹോണസ്റ്റ് റിവ്യൂ ആണ് കേട്ടോ. ഞാനിപ്പോൾ ചെയ്തേക്കുന്നതിലല്ല, ഞാൻ യൂസ് ചെയ്തിട്ട് പറയുന്ന റിവ്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ഡെർംഡോക്ക് 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീമിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. യൂസ്ഫുൾ വീഡിയോ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും ഈ ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട് ഇത് അഫോർഡബിൾ ആണല്ലോ, നമുക്ക് വലിയ എമൗണ്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പ്രൊഡക്റ്റും കൂടിയാണ്. അപ്പോൾ ഇത് വാങ്ങി യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും അതുപോലെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മളിത് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാ 2% കോജിക് ആസിഡ് എന്ന് പറയുന്നത് ഡെർംഡോക്കിൻ്റെ പ്രൊഡക്റ്റ് ആണ് ഇത് വരുന്നത്. ഇതൊരു നൈറ്റ് ക്രീമാണ്. ഓൾ സ്കിൻ ടൈപ്പിന് യൂസ്ഫുൾ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഓൾ സ്കിൻ ടൈപ്പിന് സെറ്റ് ആവുമെന്ന് തോന്നുന്നില്ല. അത് ഞാൻ പറയാം. ആദ്യം നമുക്കിതിൻ്റെ യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ആക്നസ് ഇല്ലേ, പിമ്പിൾസ്, ആക്നസ് അതൊക്കെ കുറയ്ക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും. അൺഈവൻ സ്കിൻ ടോൺ അങ്ങനെയുള്ളവർക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. അതുപോലെ തന്നെ സ്കിന്നെ ബ്രൈറ്റർ ആക്കാനും ലൈറ്റർ ആക്കാനും ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഡെർംഡോക്കിൻ്റെ 2% കോജിക് ആസിഡ്. പിന്നെ ഇത് പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ആൽക്കഹോൾ ഫ്രീ ആണ്, മിനറൽ ഓയിൽ ഫ്രീ ആണ്, അതുപോലെ ക്രുവൽറ്റി ഫ്രീ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. എന്നിരുന്നാൽ കൂടിയിട്ടും നമ്മൾ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു പാച്ച് ടെസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. ബിക്കോസ് ഇത് ആർക്കൊക്കെയാണ്, ഏതൊക്കെ സ്കിൻ ടൈപ്പിനാണ് യൂസ്ഫുൾ ആവുക എന്നാണ് അടുത്തത് പറയുന്നത്. ഇതിനകത്ത് അവർ പറയുന്നുണ്ട് ഓൾ സ്കിൻ ടൈപ്പിന് യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ ഇത് ഓയിൽ സ്കിന്ന്, അതുപോലെ ഡൾ സ്കിന്ന്, അതുപോലെ ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, ആക്നെ പ്രോൺ സ്കിൻ ടൈപ്പ് അവർക്കൊക്കെ ഓക്കെ ആയിരിക്കും. പക്ഷേ ഇൻ മൈ ഒപ്പീനിയൻ സെൻസിറ്റീവ് സ്കിന്നുകാർക്കും അതുപോലെ ഹൈഡ്രേറ്റഡ് സ്കിന്നുകാർക്കും ഇതത്ര ഓക്കെ ആവാനായിട്ട് ചാൻസ് ഇല്ല. സെൻസിറ്റീവ് സ്കിന്നുകാർക്ക് ഇച്ചിരി പ്രോബ്ലം ഉണ്ടാവാനായിട്ട്, അതൊരു ഇച്ചിങ് പോലെയൊക്കെ തോന്നാനായിട്ട് ചാൻസസ് ഉണ്ട്. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ചിലർക്ക് ഓക്കെയാണ്, ചിലർക്ക് അതത്ര ഓക്കെ ആവാനായിട്ടും ചാൻസ് ഇല്ല. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ നമ്മളൊരു 3 വീക്സ് ഒക്കെ എന്തായാലും യൂസ് ചെയ്യുക. എന്നാലാണ് അതിൻ്റെ ഒരു റിസൾട്ട്, ഒരു 3 to 4 വീക്സ് യൂസ് ചെയ്താലാണ് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഇന്ന് ഇട്ടിട്ട് നാളത്തേക്ക് നമുക്ക് അല്ലെങ്കിൽ ഒരു 1 വീക്ക് യൂസ് ചെയ്ത് ഉടനെ റിസൾട്ട് കിട്ടണം എന്ന് പറഞ്ഞാൽ അങ്ങനെ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് അല്ല. പക്ഷേ നിങ്ങളിത് കൈവിടാണ്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടും. ആക്നെ അതുപോലെ ഈ പിമ്പിൾസ് കാര്യങ്ങൾക്കൊക്കെ, അതായത് നമ്മുടെ ഡാർക്ക് സ്പോട്ട് കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര നല്ല എന്താ പറയുക ഹൈ ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഈ നൈറ്റ് ക്രീം, ഡെർംഡോക്കിൻ്റെ 2% കോജിക് ആസിഡ് നൈറ്റ് ക്രീം. അതുകൊണ്ട് യൂസ് ചെയ്യുന്നവരെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക, ഡെയിലി യൂസ് ചെയ്യുക. പിന്നെ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നാണ് ഞാൻ ഇനി അടുത്തത് പറയുന്നത്. ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ഫേസ് നന്നായിട്ട് ഒരു മൈൽഡ് ഫേസ് വാഷ് വെച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം ഒരു ടോണർ അപ്ലൈ ചെയ്യുക. അതിനുശേഷം വേണം നമ്മൾ ഈ ക്രീം അപ്ലൈ ചെയ്യാനായിട്ട്. ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് എടുത്തങ്ങ് യൂസ് ചെയ്യാതെ ഒരു മിനിമൽ എമൗണ്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫേസിൽ മാത്രമല്ല നമ്മുടെ ഈ കഴുത്തിലും കൂടെ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇതാ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡെയിലി യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. 3 to 4 വീക്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്താൽ മാത്രമേ റിസൾട്ട് കിട്ടുള്ളൂ, പ്രത്യേകം പറയുന്നു. പിന്നെ ഒരു 3 മന്തൊക്കെ നമ്മളിത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ചേഞ്ച് നമ്മുടെ ഫേസിൽ നമുക്ക് കാണാം കേട്ടോ. പിന്നെ ഈ പ്രഗ്നൻ്റ് ആയവർ, അതുപോലെ കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ ഇത് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും മുമ്പ്, കുട്ടികൾ തീരെ യൂസ് ചെയ്യാൻ പാടില്ല. പ്രഗ്നൻ്റ് ആയവർ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ടീ ട്രീ ഓയിലും അതുപോലെ റോസ്മേരി ഓയിലൊക്കെ ഉള്ളത് കാരണം നമുക്ക് ഈ ആക്നേസും കാര്യങ്ങളും പിമ്പിൾസൊക്കെ കുറയ്ക്കാനായിട്ട് അതൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ക്രുവൽറ്റി ഫ്രീ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു മൈൽഡ് ആയിട്ടുള്ള ഒരു ക്രീമായിട്ട് തന്നെ ഇതിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ യൂസ് നമ്മൾ ശരിക്കല്ല യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായ ആഫ്റ്റർ എഫക്ട്സും കൂടെ ഈ പ്രൊഡക്റ്റിനുണ്ട്. അത് മസ്റ്റായിട്ടും എന്താണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ടല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പിമ്പിൾസും കാര്യങ്ങളൊക്കെ കൂടാനായിട്ട് ചാൻസസ് ഉണ്ട്. നമ്മൾ ഭയങ്കര ഡള്ളാവും. അതായത് എന്താണോ ഇത് യൂസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അൺഈവൻ സ്കിൻ ടോൺ മാറ്റാനായിട്ട് പറ്റും, ബ്രൈറ്റർ ആക്കാൻ പറ്റും, അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ തടയും, പിന്നെന്താ സ്കിന്ന് ഡാമേജ് ആവുന്നത് ഒഴിവാകും എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത് കറക്റ്റായിട്ടല്ല യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളൊക്കെ സംഭവിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടും മാത്രം യൂസ് ചെയ്യുക. പക്ഷേ ബാക്കിയുള്ള പ്രൊഡക്ട്സിൻ്റെ പോലെ അത്രയും ഭീകരനല്ല ഇവൻ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. നല്ല ഹൈ റിവ്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ നമുക്കിത് പർപ്പിളിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിലും പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. പർപ്പിളിലുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ബിലോ 300 റുപ്പീസേ വരുന്നുള്ളൂ. ഇതിൽ 350 ആണ് നമുക്ക് MRP ഇട്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് പർപ്പിളിൽ ഓഫറിൽ
ഒക്കെ 200 സംതിങ് 300ൻ്റെ ബിലോ ആണ് നമുക്കിതിന് റേറ്റ് വരുന്നത്. പക്ഷേ മണി വർത്ത് പ്രൊഡക്റ്റാണ്. സോ വാങ്ങിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കുന്നവർ മസ്റ്റ് ബൈ ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കുക. യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ നൈറ്റ് ക്രീം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും മോർണിംഗിൽ നമ്മൾ മോയ്സ്ചറൈസറും അതുപോലെ സൺസ്ക്രീനും മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. ഇല്ലെങ്കിൽ 8ൻ്റെ പണി കിട്ടും കേട്ടോ. അത് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം. എന്നിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ സ്കിന്നെ ഡാമേജ് വരാണ്ട് വെക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നൈറ്റ് ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് മോർണിംഗിൽ സൺസ്ക്രീൻ ആൻഡ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം കേട്ടോ. ശ്രദ്ധിച്ച് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. നല്ല പ്രൊഡക്റ്റാണ്. മൈ പേഴ്സണൽ ഒപ്പീനിയൻ, മൈ ഹോണസ്റ്റ് റിവ്യൂ ആണ് കേട്ടോ ഇത്. യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.